ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അമ്പലക്കടവിൽ രാധിക ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കാണുകയാണ്. കണ്ണൻ തൻ്റെ കൂടെ ഉള്ളതായിട്ടും കണ്ണൻ തൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നതായിട്ടും ഒക്കെ. പെട്ടെന്ന് കൂട്ടുകാരികൾ തൻ്റെ മുഖത്ത് വെള്ളം തെറിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഇത് വെറും സ്വപ്നം മാത്രമാണെന്ന് രാധിക മനസ്സിലാക്കുന്നത്. സ്വപ്നം കണ്ടിരിക്കുന്നതിന് കൂട്ടുകാരികൾ തന്നെ കളിയാക്കുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് അവിടെ ആ കുളത്തിൽ നിന്നും ഒരു കുടം വെള്ളവുമായിട്ട് ക്ഷേത്രത്തിലേക്ക് വരികയാണ് ഇപ്പോൾ രാധിക. ക്ഷേത്രത്തിനകത്തേക്ക് വന്നിട്ട് രാധിക ഇങ്ങനെ കണ്ണനോട് പറയുന്നു, എൻ്റെ കൃഷ്ണ, ഇന്നലെ കൊതിപ്പിച്ച് കുന്നും പുറത്തും മറഞ്ഞു. ഇനി എന്നാ നീ നേരെ നിന്ന് എന്നെ ഒന്ന് കാണുന്നത് കണ്ണാ? ഇത് എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ പതിവൊന്നും മുടക്കുന്നില്ല. പൂവെല്ലാം ഞാൻ വാതിലിന് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. കണ്ണൻ തന്നെ ഇറങ്ങി വന്ന് എടുത്തോളൂ കേട്ടോ. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോയി എന്നൊക്കെ പറയുമ്പോൾ അവിടേക്കൊരു കുട്ടി വന്നിട്ട് ചോദിക്കുന്നു, ആരോടാ രാധിക ചേച്ചി സംസാരിക്കുന്നത്? നിനക്കറിഞ്ഞൂടെ? എൻ്റെ കണ്ണനോട് തന്നെയാണെന്ന് രാധിക പറയുന്നു. തിരുമേനി വരാൻ സമയമായി, കണ്ണനോട് കൊഞ്ചി നിന്നിട്ട് സമയം കളയണ്ട എന്നൊക്കെ ആ കുട്ടി പറയുന്നു. രാധിക കൊണ്ടുവന്ന ഒരു കുടം വെള്ളം അവിടേക്ക് ഇങ്ങനെ തളിക്കുകയാണ്. പിന്നീട് ആൾക്കാർ ഓരോന്നായി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരാൾ വിളിച്ചു പറയുന്നു, ദേ തിരുമേനി വരുന്നു എന്ന്. ആ തിരുമേനി അതാണ് രാധികയുടെ അച്ഛൻ. അദ്ദേഹം അകത്തേക്ക് വന്ന് നട അടച്ചിട്ട് പൂജകളൊക്കെ ചെയ്യുകയാണ്. ഈ സമയം പുറത്തുനിന്ന് ശ്യാമ കണ്ണനെ പ്രീതിപ്പെടുത്താൻ ഒരു ഗാനം തന്നെ ആലപിച്ചു. കളഭം തരാം എന്ന പാട്ടാണ് ഇപ്പോൾ പാടുന്നത്. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് നട തുറക്കുകയാണ്. കണ്ണനെ മനസ്സ് തുറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ രാധിക. മറ്റൊരു സ്ഥലത്ത് ഒരു പ്രമാണിയായ ഒരു അദ്ദേഹം തന്നെ അവരുടെ പണിക്കാരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുകയും കുറച്ച് കാശ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ പണിക്കാരൊക്കെ അവിടെ നിന്ന് പോയതിനു ശേഷം ഉർവശി എന്ന് വിളിച്ച് അകത്തേക്ക് വരികയാണ് ഇപ്പോൾ അദ്ദേഹം. കഴിഞ്ഞില്ലേടോ ഇതുവരെ എന്ന് ചോദിച്ചാണ് വരുന്നത്. ഇത് കേട്ട് ഉർവശി പറയുന്നു, 2 ദിവസമായല്ലോ, ഏട്ടൻ്റെ മുറി അങ്ങനെ ഒരുക്കണം ഇങ്ങനെ ഒരുക്കണം എന്നൊക്കെ പറയുന്നു. ഇത് മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏട്ടനെയാണ് ഇപ്പോൾ വലിയ ഒരു ഇദ്ദേഹത്തെക്കാൾ വലിയൊരു ആളായിട്ട് ഇപ്പോൾ കാണുന്നത് എല്ലാവരും തന്നെ. അദ്ദേഹത്തിന് അതിൻ്റെതായ ബഹുമാനവും കൊടുക്കുന്നു. ആരതി ഒഴിയാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു വെച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ആ അച്ഛൻ്റെ മകൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ ഏട്ടനാണല്ലോ വരുന്നത്, അല്ലാതെ നാട്ടുരാജാവല്ലല്ലോ. നീ കളിയാക്കണ്ട. ഇവിടുത്തെ നാട്ടുകാരുടെ മനസ്സിൽ ഏട്ടന് നാട്ടുരാജാവിൻ്റെ ഒരു പരിഗണന തന്നെയാണെന്ന് പറയുമ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട്, എന്നാലും ഇത് വല്ലാത്തൊരു അടിമത്തം തന്നെയാണ് അല്ലേ അമ്മേ? ഏട്ടനും കുടുംബവും തിരിച്ചു പോകുന്നത് വരെ ആരതി ഒഴിയാൻ പറഞ്ഞാൽ അത് ചെയ്യണം. ആനയെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യണം. അല്ലാതെ അമ്മയ്ക്കും മകനും അതിൻ്റെ പേരിൽ കോംപ്ലക്സ് ഒന്നും വേണ്ട. എടാ, നല്ലവണ്ണം നിന്നാലേ നിനക്ക് കൊള്ളാം. ഏട്ടൻ്റെ സ്വത്തുവകകൾ എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അത് മുഴുവൻ വേണ്ട, പകുതിയും വേണ്ട, ഒരു അംശമെങ്കിലും കിട്ടിയാൽ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും. അല്ലാതെ ഏട്ടന് എന്തെങ്കിലും സംശയം തോന്നി കണക്കുകൾ എന്തെങ്കിലും പരിശോധിച്ചാൽ തീർന്നു. അറിയാലോ, നീ എഴുതി പിടിപ്പിച്ചിരുന്നതൊക്കെ കണ്ണിൽപ്പെടും. ആ പയ്യൻ പറയുന്നു, അറിയാൽ അത് കൊള്ളാം. ഞാൻ എഴുതി പിടിപ്പിച്ച കണക്കോ? അച്ഛൻ എടുക്കുന്ന പണത്തിന്റെ കള്ളക്കണക്ക് എഴുതാൻ അച്ഛൻ എന്നെ ഏൽപ്പിക്കുന്നു, ഞാനത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അയാൾ വീണ്ടും പറയുന്നു, മതി മതി, അമ്മ കേൾക്കുന്നുണ്ട്. ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും ഒരു മുഖംമൂടിയിട്ട് നിൽക്കണം. അതൊരിക്കലും പിടിക്കപ്പെടാതിരിക്കണം. മനസ്സിലായോ 2 പേർക്കും? ശേഷം കാണിക്കുന്നത് രാധികയുടെ വീട്ടിൽ രാധിക ഗാനം ആലപിക്കുകയാണ്. കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ പാട്ട്. രാധികയുടെ അച്ഛനാണെങ്കിൽ അവിടെ ഇരുന്ന് ക്യാഷ് എണ്ണുന്നു. രാധികയുടെ അമ്മ ചായയുമായി അവിടേക്ക് വരുന്നുണ്ട്. ദക്ഷിണ കിട്ടുന്ന ആ പണമാണ് ഇപ്പോൾ അദ്ദേഹം എണ്ണിക്കൊണ്ടിരുന്നത്. ഭാര്യ അവിടേക്ക് വന്നിട്ട് ചായ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഭാര്യയ്ക്കാണെങ്കിൽ നല്ല പനിയുണ്ട്. ദക്ഷിണ ഇപ്പോൾ കുറവാണല്ലോ കിട്ടുന്നത്, ഇതുകൊണ്ട് എങ്ങനെയാ 2 അറ്റവും കൂട്ടിമുട്ടിക്കുന്നത് എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട് അദ്ദേഹം ഒരു കൃഷ്ണന്റെ കഥ പറയുന്നു, പണ്ടത്തെ. ഇത് കേട്ടതും അവർ പറയുന്നു, പറയാൻ എളുപ്പമാണ്, കാശ് വേണ്ടെടുത്ത് കാശ് തന്നെ വേണ്ടേ, പറയാൻ എളുപ്പമല്ലേ. രാധിക അവിടേക്ക് വന്നിട്ട് അമ്മയോട് പറയുന്നു, അമ്മയോട് ആരാ എഴുന്നേറ്റ് വരാൻ പറഞ്ഞത്? ആ കഷായം കഴിച്ച് അവിടെ കിടക്കാനല്ലേ ഞാൻ പറഞ്ഞത്. രാധികയ്ക്ക് ഇപ്പോൾ കിട്ടിയ ഫീസ് അമ്മയെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ അമ്മ പറയുന്നു, നീ കയ്യിൽ വെച്ചോ കുട്ടി, എന്തെങ്കിലും ചാന്തോ കൺവശയോ വല്ലതും വാങ്ങിക്കണമെങ്കിൽ. ഇത് കേട്ട് രാധിക പറയുന്നു, ഇവിടെ ഇപ്പോൾ തൽക്കാലം അച്ഛൻ എനിക്കൊരു കുറവും വരുത്തുന്നില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ പ്രത്യേകം പണം വേണ്ട ആവശ്യമൊന്നുമില്ല, അതാ വെച്ചോ. എന്നിട്ട് അമ്മ പോയി കിടക്കാൻ നോക്ക്, എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞ് രാധിക അകത്തേക്ക് പോകുന്നു. അദ്ദേഹം പറയുന്നു, പൂജിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരു അനുഗ്രഹമാണ് നമ്മുടെ മോള്. ഈ സമയം മുത്തശ്ശി അവിടെ നിന്ന് വിളിക്കുകയാണ്, യശോദയെ കാപ്പി തരാറായില്ലേ എന്ന്. ഒരു ഭയത്തോടെ തന്നെ, അയ്യോ മുത്തശ്ശി വിളിക്കുന്നുണ്ടല്ലോ, അമ്മ വയ്യാതെ കിടക്കുവാണല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പോൾ രാധിക. ഞാൻ കൊണ്ടു കൊടുത്താൽ മുത്തശ്ശിക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നും വിചാരിക്കുന്നു. രാധിക തന്നെ മുത്തശ്ശിക്ക് കാപ്പി ഇട്ടിരിക്കുകയാണ്. കാപ്പി അവിടെ കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് പോകാൻ തുടങ്ങിയപ്പോൾ നിക്കടി എന്നെ ദേഷ്യത്തോടെ മുത്തശ്ശി വിളിക്കുന്നു.
വളരെ ദേഷ്യത്തോടെ ആ ഗ്ലാസോടെ എടുത്ത് എറിയുകയാണ് ആ മുത്തശ്ശി. എന്നിട്ട് വളരെ ദേഷ്യത്തോടെ രാധികയോട് പറയുന്നു, എനിക്ക് കഴിക്കാനുള്ളതൊന്നും തൊട്ടു പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? നീ കൈ തൊട്ടത് എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ ചെല്ലുന്നതിനേക്കാൾ നല്ലത് ഞാൻ ചാകുന്നതാണ്. അവിടേക്ക് അച്ഛൻ വരുന്നുണ്ട്. എന്താ അമ്മേച്ചു എന്ന് ചോദിച്ചു. അവളെ പലതവണ ഞാൻ വിളിച്ചല്ലോ, എന്നിട്ട് എനിക്ക് കാപ്പി കൊണ്ടു തന്നത് ഇവളാണ്, ഈ നാശം പിടിച്ചവൾ എന്ന് രാധികയെ കുറിച്ച് കുറ്റം പറയുകയാണ് ഇപ്പോൾ ആ മുത്തശ്ശി. അമ്മ എന്താ പറയുന്നത്? കാപ്പി കൊണ്ടുവച്ചത് യശോദയല്ലേ എന്നെ അച്ഛൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, കള്ളം പറയരുത്. യശോദയാണ് കാപ്പി കൊണ്ടുവച്ചതെങ്കിൽ ഇവൾ എന്തിനാ എൻ്റെ മുറിയിലേക്ക് വന്നത്? എനിക്ക് കാപ്പി കൊണ്ടുവന്നതിന് ശേഷം അമ്മയ്ക്ക് കാപ്പി തരട്ടെ എന്ന് പറഞ്ഞ് യശോദ അങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ കണ്ടതല്ലേ. അമ്മയ്ക്ക് കണ്ണ് പിടിക്കാത്തതായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യശോദയും പറയുന്നു, കാപ്പി വെച്ചത് ഞാനാണെന്ന്. രാധികയോട് വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു, എൻ്റെ മുറിയുടെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുതെന്ന്. കയറി വാതിലും അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമ്മ കിടക്കുന്നത് കണ്ടോണ്ടായിരുന്ന വിഷമത്തോടെ രാധിക യശോദയോട് പറയുമ്പോൾ യശോദ പറയുന്നുണ്ട്, സാരമില്ല, ഞാൻ കാരണം അച്ഛനും അമ്മയ്ക്കും കള്ളം പറയേണ്ടി വന്നു അല്ലേ എന്ന് രാധിക അവരോട് പറയുമ്പോൾ, ചില നല്ല കാര്യങ്ങൾക്ക് ഒരല്പം കള്ളമൊക്കെ ആവാം, സാരമില്ലെന്നേ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. സങ്കടത്തോടെ ഇപ്പോൾ ശ്യാമ കരയുകയാണ്. അച്ഛൻ ശ്യാമയെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് യശോദയുടെ അരികിലേക്ക് അച്ഛൻ വന്നു. ഈ വയ്യാത്ത അവസ്ഥയിൽ ഇത്രയും ദൂരം താൻ പോരണോ എന്ന് ചോദിക്കുമ്പോൾ യശോദ പറയുന്നു, ഈ പോരാണ്ട് എങ്ങനെയാ അമ്മയെ ഡോക്ടറെ കാണിക്കാൻ ഞാനും കൂടെ വരണ്ടേ? ഇന്ന് ഡോക്ടറെ കണ്ടില്ലെങ്കിൽ പിന്നെ വിദേശത്ത് പോയി തിരിച്ചു വരുമ്പോൾ മാസം 4 കഴിയും. ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ നിന്നും ഒഴിവ് പറയുന്നത്. യശോദ പറയുന്നു, മനസ്സിലെ ബുദ്ധിമുട്ട് എനിക്കറിയാം, കീഴ്ശാന്തി പ്രഭാകരൻ മോശമൊന്നും അല്ലല്ലോ, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. ദേവനാരായണൻ തിരുമേനി എന്നാണ് രാധികയുടെ അച്ഛന്റെ പേര്. അദ്ദേഹത്തെ തിരക്കി 2 പേർ ഇപ്പോൾ വീട്ടുമുറ്റത്ത് വന്നിരിക്കുന്നത് പ്രസിഡന്റും മറ്റൊരാളുമാണ്. പൂജയുടെ കാര്യത്തിൽ ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ട്, അത് പറയാനിപ്പോൾ അവർ വന്നിരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പുറപ്പെട്ടു കാണും എന്നുള്ള ഒരു വിഷമത്തിൽ ഞങ്ങൾ നേരെ പുറപ്പെടുകയും ചെയ്തു കീഴ്ശാന്തിയുടെ അടുത്തേക്ക്. ആ കാര്യം നേരെ അറിയിക്കാനാണ് ഈ വരവെന്ന് പറയുന്നുണ്ട്. പരിഭ്രമിക്കാനൊന്നുമില്ല, ഐശ്വര്യ പൂജയ്ക്ക് കലശം എടുക്കുന്നത് അങ്ങയുടെ മകളാകട്ടെ എന്നാണ് ജോത്സ്യൻ പറഞ്ഞത്. അവിടേക്ക് എല്ലാവർക്കും ചായയുമായി എത്തുകയാണ് ഇപ്പോൾ രാധിക. മുത്തശ്ശി അവിടെ നിന്നു. അമ്മ എന്താ പറയുന്നത് എന്ന് രാധികയുടെ അച്ഛൻ മുത്തശ്ശിയോട് ചോദിക്കുന്നു. ഭഗവാന്റെ തീരുമാനമല്ലേ, അത് അനുസരിച്ചല്ലേ പറ്റൂ. പ്രിയങ്ക പൂജയ്ക്ക് വരുമെന്ന് മുത്തശ്ശി പറയുന്നു. അല്ലെങ്കിൽ തന്നെ ഐശ്വര്യമുള്ള പല കാര്യത്തിനും ചുക്കാൻ പിടിക്കുമെന്ന് പ്രിയങ്ക മോളുടെ ജാതകത്തിലുണ്ടെന്ന് മുത്തശ്ശി പറയുന്നു. എന്നാൽ രാധികയെ ഉദ്ദേശിച്ചാണ് അവരങ്ങനെ പറഞ്ഞത്. ഈ മുത്തശ്ശിക്ക് രാധികയെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത കുട്ടിയുടെ പേര് പറയുന്നു. എന്നാൽ പ്രിയങ്കയ്ക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യവുമില്ല. പ്രിയങ്കയുടെ വേഷം തന്നെ വല്ലാത്തൊരു വേഷം തന്നെയാണ്. ഇപ്പോൾ പാട്ടൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ പ്രിയങ്കയുടെ അരികിലേക്ക് രാധിക വന്നു. ആ ഹെഡ്സെറ്റ് എടുത്ത് മാറ്റിയിട്ട്, നീ പുറത്ത് നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. പുറത്തെന്താ ഭൂകമ്പം വല്ലതും നടന്നോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നുണ്ട്. അച്ഛനെ കാണാൻ അമ്പല കമ്മിറ്റിക്കാരും പ്രസിഡന്റും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു എന്ന് രാധികയും പറയുന്നുണ്ട്. ഇതാണോ കാര്യം? അച്ഛനെ കാണാൻ അവരല്ലേ വരുന്നത്, അല്ലാതെ ജില്ലാ കളക്ടർ വരില്ലല്ലോ. രാധിക പറയുന്നു, ഇതെന്ത് കോല പ്രിയേ, ഈ കോലത്തിൽ അച്ഛൻ നിന്നെ കണ്ടാലുണ്ടല്ലോ കുടിക്കാൻ വെള്ളം പോലും തരില്ല. അല്ലെങ്കിലും കഞ്ഞിയൊക്കെ ആർക്ക് വേണം? ഓർഡർ ചെയ്താൽ ബർഗർ വരില്ലേ, ഞാൻ അത് കഴിച്ചോളാം. ഇപ്പോൾ ഈ വേഷം കാണുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് പ്രിയങ്ക ഒരു സെലിബ്രിറ്റിയായി മാറുമ്പോൾ എൻ്റെ വേഷം, എൻ്റെ നടത്തം, എൻ്റെ സംസാരം അതൊക്കെ അനുകരിക്കാൻ ആൾക്കാരുണ്ടാകും മോളെ. ഈ സമയം പ്രിയെ വിളിക്കുകയാണ് ഇപ്പോൾ അച്ഛൻ. ഭയത്തോടെ രാധിക പറയുന്നുണ്ട്, അയ്യോ അച്ഛൻ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് പെടുത്ത് തന്നെ അവിടെ ഇരുന്ന മറ്റൊരു ഡ്രസ്സ് ഇപ്പോൾ പ്രിയ ഇട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുന്നു. അച്ഛൻ അവിടേക്ക് വന്നു. ആഹാ, 2 പേരും ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. മോളെ പ്രിയെ, ഒരു വിശേഷപ്പെട്ട കാര്യം നിന്നെ ഏൽപ്പിക്കാനാണ് അച്ഛൻ വന്നത്. അമ്പലത്തിൽ ഇന്ന് സർവൈശ്വര്യ പൂജ നടക്കുകയല്ലേ, അതിൻ്റെ കലശം എടുക്കാനുള്ള ചുമതല നിനക്കാണെന്ന് പറയുമ്പോൾ, അയ്യോ അച്ഛാ എന്ന് പ്രിയ പറയുന്നുണ്ട്. ഇങ്ങോട്ട് തർക്കമൊന്നും വേണ്ട, കൃത്യസമയത്ത് ചെന്നാൽ മതി. ബാക്കിയൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പ്രഭാകരൻ പറഞ്ഞു തരും, അത് ചെയ്താൽ മതി. മുത്തശ്ശി ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾ നേരെ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നോളാം. രാധിക പറയുന്നു, അച്ഛൻ പേടിക്കണ്ട, ഇവളെ റെഡിയാക്കിയ കൃത്യസമയത്ത് അമ്പലത്തിലേക്ക് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ പറഞ്ഞാൽ എനിക്കത് വിശ്വാസമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇതിലൊട്ടും താല്പര്യമില്ല പ്രിയങ്കയ്ക്ക്. ദേഷ്യത്തോടെ പ്രിയങ്ക രാധികയെ നോക്കുന്നു. ഇത് ആരുടെ ഏർപ്പാടായി പൂജയ്ക്ക് പോവാൻ എന്നെ തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുന്നു. ചേച്ചി അച്ഛനോട് പറഞ്ഞുവല്ലേ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറയുന്നു, ഞാനൊന്നുമല്ല, അത് ആ അമ്പല കമ്മിറ്റിക്കാരാണ്. അയാൾ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല പൂജയ്ക്ക് പോകാൻ. രാധിക പറയുന്നു, ദൈവദോഷം പറയാതെ ഇത് ഒരു അനുഗ്രഹമായിട്ടാണ് കാണേണ്ടത്. ഇയാളല്ലേ ദൈവത്തിൻ്റെ ആള്, എന്നാ പോയി ചെയ്തോ, എന്നിട്ട് അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ട് വായെന്ന് പ്രിയങ്ക പറയുന്നുണ്ട്.
മോളെ അങ്ങനെയൊന്നും പറയരുത്, ഇത് മോളിച്ച് തന്നെ ചെയ്യണമെന്ന് രാധിക പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ പ്രിയങ്ക പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ലെന്നൊക്കെ. കഴിഞ്ഞ 3 മാസമായി ഞാനൊരു ഡയറക്ടറെ കാണാൻ വേണ്ടി നടക്കുക എന്ന് അയാള് ആ ഓഡിഷന് വേണ്ടി ചെല്ലാൻ പറഞ്ഞ ദിവസമാണ്. എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ എൻ്റെ ഭാവിയാണ് വെള്ളത്തിലാകുന്നത്. പൂജ മുടങ്ങിയാലും ശരി, ഞാൻ അതിനും പോകും. എന്നോട് പറഞ്ഞതിരിക്കട്ടെ, അച്ഛനോടങ്ങനെ ഇത് പറഞ്ഞാലുണ്ടല്ലോ അച്ഛൻ നിന്നെ കൊന്നു കളയുമെന്ന് രാധിക പറയുന്നുണ്ട്. പ്രിയങ്ക രാധികയോട് പറയുന്നു, എൻ്റെ പൊന്ന് ചേച്ചിയല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? ചേച്ചി അമ്പലത്തിലേക്ക് പോയി പൂജയ്ക്കുള്ള ഏർപ്പാടൊക്കെ തുടങ്ങി വെച്ചോ, കൃത്യസമയമാകുമ്പോൾ ഞാൻ അവിടെ എത്തിക്കോളാം. രാധിക പറയുന്നു, അത് ശരിയാവില്ലെന്ന്. ഒരു ശരിയുമില്ല, ചേച്ചിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. ഇതിനു മുമ്പ് പല കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ലേ, അതുപോലെ ചെയ്താൽ മതിയെന്നേ. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ചേച്ചിയുടെ സ്വന്തം ആളല്ലേ, പിന്നെ എന്താ പേടിക്കാനുള്ളത്? ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക സോപ്പിടുകയാണ് രാധികയെ. ഒടുവിൽ രാധിക സമ്മതിച്ചു, നല്ല ചേച്ചി എന്ന് പറയുകയാണ്. അപ്പോൾ ഓഡീഷൻ നടക്കും, പൂജയും നടക്കും. ഇതേസമയം ക്ഷേത്രത്തിൽ ഇങ്ങനെ പൂജയൊക്കെ നടക്കുകയാണ്. രാവിലെ കണ്ട ആ പയ്യൻ അവിടേക്ക് വരുന്നുണ്ട്. ആ പയ്യനും അവിടേക്ക് ഇരുന്നിട്ട് നാമം ജപിക്കുന്നു. രാധികയും അവിടേക്ക് വരുന്നു, കുറച്ച് പൂക്കളൊക്കെ ആയിട്ട്. പ്രിയങ്ക ഒട്ടും വൈകാതെ എത്തണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അച്ഛനോട് വാക്ക് പറഞ്ഞിട്ട് അത് നടത്താതിരിക്കാന്ന് വെച്ചാൽ കഷ്ടമാണ്. നല്ലതിന് വേണ്ടിയാണെങ്കിൽ കുറച്ച് കള്ളം പറയാൻ അച്ഛൻ പറഞ്ഞിട്ടില്ലേ, ഭഗവാനെ കൂടെ നിന്നേക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാധിക അവിടേക്ക് വരുന്നത്. ആ കുഞ്ഞു പയ്യന്റെ തൊട്ടരികിൽ തന്നെ ഇരിക്കുന്നു. നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് രാധികയും. അവിടേക്ക് മറ്റൊരാൾ വരുന്നുണ്ട്. ഒരു പ്രഗത്ഭനായ തിരുമേനി തന്നെ. എല്ലാവരും അദ്ദേഹത്തെ വണങ്ങുന്നു. ഐശ്വര്യ പൂജയുടെ ദിവസമായതുകൊണ്ട് സന്തോഷമായി എന്നൊക്കെ പറയുന്നു. രാധികയെ നോക്കിയിട്ട് അദ്ദേഹം ചോദിക്കുന്നു, അതേതാണ് ആ പെൺകുട്ടിയെന്ന്. അത് ദേവനാരായണൻ തിരുമേനിയുടെ മകൾ രാധികയാണെന്ന് പറയുന്നു. മകൾ എന്ന് പറഞ്ഞാൽ മൂത്ത മകളാണോ അതോ ഇളയ മകളാണോ എന്ന് വീണ്ടും അദ്ദേഹം ചോദിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന ആ തിരുമേനി പറയുന്നുണ്ട്, മൂത്ത മകളാണെന്ന്. ഈ കുട്ടിയാണോ പൂജ ചെയ്യുന്നതെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ മറ്റേ ആൾ പറയുന്നുണ്ട് അല്ല എന്ന്. പൂജ ചെയ്യുന്നത് ഇളയ കുട്ടിയാണ് പ്രിയങ്ക. എന്താ തിരുമേനി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല ഒന്നുമില്ല, പൂജ നടന്നോട്ടെ. കുട്ടിയുടെ പ്രിയങ്ക എത്താറായില്ലേ എന്ന് രാധികയോട് ചോദിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം. ഇപ്പോൾ വരുമെന്ന് രാധികയും പറയുന്നു. എന്നാൽ പ്രിയങ്ക അവിടേക്ക് വരുന്നില്ല. ഈ സമയം കൊണ്ട് പ്രിയങ്ക ആ പ്രൊഡ്യൂസറെ കാണാൻ പോയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അഭിനയിക്കാനുള്ള ഒരു ശ്രമത്തിലാണിപ്പോൾ പ്രിയങ്ക. അവിടെ നിന്ന് ആ പ്രൊഡ്യൂസർ പിണങ്ങി പോകാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് തന്നെ പ്രിയങ്ക അവിടേക്ക് വരുന്നത്. കാല് തെറ്റി അവിടെ വീഴാൻ പോകുന്നു, എന്നാൽ സ്റ്റൈലിനാണ് വീഴുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ വീഴ്ച കണ്ടപ്പോഴേ പ്രിയങ്ക അങ്ങോട്ട് ഇഷ്ടമാവുകയും ചെയ്തു. പ്രിയങ്ക ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്നു. ശേഷം എഴുന്നേറ്റിട്ട് പറയുന്നു, സോറി സാർ, ഞാൻ വരാൻ കുറച്ച് ലേറ്റായി പോയെന്ന്. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയതാണ്, സാറിന് അറിയാലോ, സിറ്റിയിലെ തിരക്കെന്ന് മറ്റൊരാളും പറയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, പ്രിയങ്ക മേക്കപ്പ് ചെയ്ത് റെഡി ആയിക്കോളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പോയിരിക്കുകയാണ് ഇപ്പോൾ പ്രിയങ്ക. പ്രിയങ്കയുടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുകയാണിപ്പോൾ. രാധികയാണെങ്കിൽ പ്രിയങ്കയെ കാത്തിങ്ങനെ ഇരിക്കുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും പ്രിയങ്ക വന്നിട്ടില്ല. ഒടുവിൽ തിരുമേനി രാധികയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, കലശം എടുക്കാനുള്ള മുഹൂർത്തമായി, ആ കുട്ടി ഇതുവരെ വന്നില്ലല്ലോ. അത് തിരുമേനി, അവള് വന്നാലല്ലേ പറ്റൂ, അവള് പൂജ ചെയ്യണമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്. ഉടനെ എത്തും. അവിടേക്ക് മറ്റൊരാൾ വന്നിട്ട് പറയുന്നു, മുഹൂർത്തം കഴിഞ്ഞാൽ പൂജ മുടങ്ങും. ഇനിയിപ്പോൾ പ്രിയങ്കയെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല, പൂജ കുട്ടി തുടർന്നോളൂ. ഒരു ഞെട്ടലോടെ രാധിക നോക്കുന്നു. ഭഗവാന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയാണ്. മനസ്സർപ്പിച്ച് കലശം കയ്യിലെടുത്ത് ബലം വെച്ച് വന്നിട്ട് അഭിഷേകം തുടർന്നോളൂ. ഞാൻ എങ്ങനെയാ എന്നൊക്കെ രാധിക ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കുട്ടിയെ ചെല്ലു എന്ന് അവർ നിർബന്ധിക്കുകയാണ് രാധികയോട്. എന്റെ കൃഷ്ണ, എന്നോട് പൊറുക്കണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചതിന് ശേഷം രാധിക ഇതിന് തയ്യാറാവുകയാണ്. ഭഗവാനിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് തിരുമേനി രാധികയോട് പറയുന്നു. എന്നിട്ട് കലശമെടുത്ത് രാധികയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം കലശം കയ്യിൽ വാങ്ങിക്കുകയാണ് ഇപ്പോൾ രാധിക. 3 വലം വെച്ച് വരാനും പറയുന്നുണ്ട് അദ്ദേഹം. ഇനി ആ നാളികേരവും മാവിലയും എടുത്ത് ഇവിടേക്ക് വെച്ചോളാനും പറയുന്നുണ്ട്. അതുപോലെ രാധിക ചെയ്യുന്നു. ഇനി ഭഗവാന് അഭിഷേകം ചെയ്യാനും പറയുന്നു. ഒരു പ്രാർത്ഥനയോട് ഭഗവാന് അഭിഷേകം തുടരാൻ രാധിക ഇങ്ങനെ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് നേരത്തെ കണ്ട ആ തിരുമേനി വന്നിട്ട് നിർത്താൻ പറയുന്നുണ്ട്. ഒരു ഞെട്ടലോടെ എല്ലാവരും അദ്ദേഹത്തെ നോക്കുന്നു. ദേവനാരായണൻ തിരുമേനിയുടെ മകൾ ഐശ്വര്യ പൂജ ചെയ്യണം എന്നല്ലേ വിധി? പ്രിയങ്ക എന്നെ കുട്ടി പൂജ ചെയ്യും എന്നല്ലേ നേരത്തെ പറഞ്ഞത്? ആ കുട്ടി എത്തിയില്ല എന്ന് തിരുമേനി പറയുന്നു. പിന്നെ പ്രശ്നവിധിയിൽ ദേവനാരായണൻ തിരുമേനിയുടെ മകൾ എന്നേയുള്ളൂ, അത് മൂത്ത മകൾക്കും ചെയ്യാലോ. അങ്ങ് തടസ്സം നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടി തുടരാനും പറയുന്നു. അങ്ങനെ രാധിക അത് തുടർന്നു. ഭഗവാന്റെ തിരുനടയിൽ അനർത്ഥങ്ങൾ നടന്നുകൂടുന്നല്ലേ പ്രസിഡന്റ്? ഈ നിൽക്കുന്ന കുട്ടി ദേവനാരായണൻ തിരുമേനിയുടെ മകൾ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ?
ഇത് കേട്ട തിരുമേനി പറയുന്നു, എന്ത് അനാവശ്യമാണ് നിങ്ങൾ പറയുന്നതെന്ന്. ഇത് കേട്ട അദ്ദേഹം പറയുന്നു, അനാവശ്യമല്ല, പരമമായ സത്യം. ഇത് കേട്ട് ഒരു ടെൻഷനോടെയും ഒരു ഞെട്ടലോടെയും തന്നെ രാധിക തിരുമേനിയെ നോക്കുന്നു. എന്നാൽ എല്ലാവരും കേട്ടോളൂ, ഈ നിൽക്കുന്ന ഈ കുട്ടി ദേവനാരായണൻ തിരുമേനിയുടെ മകളല്ല. ഒരു ഞെട്ടലോടെ എല്ലാവരും അത് കേട്ടു നിൽക്കുന്നു. ഇവൾ അനാഥയാണ്. ഈ സമയം ശ്യാമയുടെയും ആ മുഖം കാണിക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.